ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയല്ല, ഒരു യുദ്ധം ചില കേന്ദ്രങ്ങളുടെ താല്പര്യപ്രകാരം യുദ്ധം സംഭവിക്കുകയാണ്. അമേരിക്ക ഹാഡ് ഓൺലി വൺ പ്ലാൻ, ഓൾ ഔട്ട് അറ്റാക്ക്. അതോടെ ഇറാൻ തവിടുപൊടിയാകും. ഭരണമാറ്റം, തങ്ങളെ വരൂ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ജനം തെരുവിലിറങ്ങും. അങ്ങനെ തങ്ങൾക്ക് സുഗമമായി ഇറാനിൽ പ്രവേശിച്ച് ഭരണമാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നൊക്കെ ആവും വിചാരിച്ചത്. അങ്ങനെയല്ല സംഭവിക്കുന്നത്. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് തന്നെ ഒപ്പം ചേരുന്നു. ഡോക്ടർ മോഹൻ വർഗീസ്, അമേരിക്കൻ യുദ്ധതന്ത്രം പാളിയതായി സൈനിക ഉദ്യോഗസ്ഥർ രഹസ്യമായി പറഞ്ഞതായി ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. പ്രതിരോധ രംഗത്ത് പരിചയമുള്ള ഉദ്യോഗസ്ഥരെയും ജനറൽമാരെയും ഉൾപ്പെടെ വിശ്വാസത്തിലെടുക്കാതെയാണ് ട്രംപ് യുദ്ധത്തിന് ഇറങ്ങിയത് എന്നാണ് ആ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിലും ട്രംപിന്റെ കൈവശം ഒരു തന്ത്രം ഇല്ല എന്ന് അനുമാനിക്കാൻ കഴിയുമോ? അതാണോ ഈ ട്രംപിന്റെ മലക്കം മറിച്ചിലുകൾക്ക് പിന്നിൽ പ്രസ്താവനയിലെ? ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയല്ല, ഒരു യുദ്ധം ചില കേന്ദ്രങ്ങളുടെ താല്പര്യപ്രകാരം യുദ്ധം സംഭവിക്കുകയാണ്. പൊട്ടിപ്പുറപ്പെടുന്നു എന്ന് ഒക്കെ പറയുമ്പം ഒരു ബോർഡർ കോൺഫ്ലിക്റ്റ് ഒക്കെയാണ് പൊട്ടിപ്പുറപ്പെടുന്നത്. അതിർത്തി പോസ്റ്റുകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെടിവെപ്പ് വരുമ്പോൾ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു. ചെറിയ തോതിൽ ഉള്ള തർക്കങ്ങൾ യുദ്ധമായി പരിണമിക്കുന്നു. അങ്ങനെയുള്ള യുദ്ധമല്ല ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാന് നേരെ നടത്തുന്നതും ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ നടത്തുന്നതുമായ ആക്രമണങ്ങൾ ആ ഗണത്തിൽ പെടുന്നതല്ല. വ്യക്തമായ ചിന്ത, വ്യക്തമായ ധാരണ ഈ യുദ്ധത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നാണ് ലോകം വിശ്വസിച്ചത്. പ്രത്യേകിച്ച് ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യമായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഒരു മേഖലാ ശക്തിയായ ഇറാനെതിരെ യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ കൃത്യമായ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകുമല്ലോ, ലക്ഷ്യങ്ങൾ, കൃത്യമായൊരു സമയക്രമം ഉണ്ടാകുമല്ലോ, കൃത്യമായ ഒരു സംവിധാനം ഒരുക്കുമല്ലോ. അതിൻ്റെ എൻഡ് റിസൾട്ട് എന്താണ് എന്ന് തീരുമാനിക്കാൻ തക്ക ശക്തിയുള്ള രാജ്യം തന്നെയാണ് അമേരിക്ക. കാരണം അമേരിക്കയുടെ ഡിഫൻസ് സ്പെൻഡിങ്, ലോകത്തെ മൊത്തം ഡിഫൻസ് സ്പെൻഡിങ്ങിൻ്റെ 40% വരും. അതായത് സകല രാജ്യങ്ങളും, റഷ്യയും ചൈനയും ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയുടെ തന്നെ പങ്കാളികളായ രാജ്യങ്ങളും എല്ലാം ചേർന്ന് സൈന്യത്തിന് വേണ്ടി ചിലവഴിക്കുന്ന തുകയുടെ മൊത്തം ഒരു $100 ആണെങ്കിൽ $40 ചിലവഴിക്കുന്ന അമേരിക്ക മാത്രമാണ്. അപ്പം അൺഡൗട്ടഡ്ലി ദ ലാർജസ്റ്റ് ഡിഫൻസ് സ്പെൻഡിങ് അത് 60-കളിൽ 70-കളിലൊക്കെ അത് ഏതാണ്ട് 7-8%, 9% വരെ നീണ്ട സമയങ്ങളുമുണ്ട്. അതായത് ആകെ GDP-യുടെ 9% വരെ ഡിഫൻസിന് വേണ്ടി അമേരിക്ക ചെലവിട്ടിരുന്നു. ഇപ്പോൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ, അതായത് GDP-യുടെ ഏതാണ്ട് 3.4% മാത്രമാണ് ഡിഫൻസിന് വേണ്ടി. അതുതന്നെ ഒരു ഭീതിതമായ 30 ട്രില്യൺ ഇക്കോണമി എന്ന് ഓർക്കണം. അപ്പോൾ ആ ഒരു 3.4% എന്ന് പറയുന്നത് തന്നെ ഏതാണ്ട് വലിയൊരു ഒരു തുകയാണ്. അതായത് ഈ $916 ബില്യൺ ഓരോ വർഷവും ഡിഫൻസിന് വേണ്ടി ചെലവിടുന്നത്. അപ്പോൾ അതൊരു വലിയ തുകയാണല്ലോ. അപ്പോൾ അത് വർദ്ധിപ്പിക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. അത് 1.5 ട്രില്യൺ, അതായത് വീണ്ടും ഒരു 50% കൂടി കൂട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ ശക്തമായ രാജ്യം. അപ്പോൾ സൈനികമായി ലോകത്ത് മേധാവിത്വമുണ്ട്. വിമാനവാഹിനി കപ്പലുകൾ അനേകമുണ്ട്. 10-ലധികം വിമാനവാഹിനി കപ്പലുകളുണ്ട്. അതിൽ 2 ഓപ്പറേഷന് വേണ്ടി അവിടെ വിട്ടുകൊടുത്തിരിക്കുന്നു. മറ്റേതും എപ്പോൾ വേണമെങ്കിലും എത്താൻ സാധിക്കും. അപ്പോൾ ഒരുക്കമുണ്ട്, സൈനികമായ ഒരുക്കമുണ്ട്. 2, മറ്റ് രാജ്യങ്ങളെ കോൺഫിഡൻസിൽ എടുക്കാമായ നയതന്ത്ര തലത്തിൽ അത് അമേരിക്കയ്ക്ക് സാധിച്ചില്ല. ഒരുപക്ഷെ അമേരിക്ക അത് ആഗ്രഹിച്ചുമില്ല, ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷേ അന്ന് തങ്ങളുടെ മാത്രം സൈനിക ബലത്തിൽ ജയിച്ചു വരാം എന്ന് കരുതി ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കമ്പൈൻഡ് മിലിറ്ററി സ്ട്രെങ്തിൽ ഇറാനെതിരെ യുദ്ധം ജയിച്ചു വരാം. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് എന്താണ്? 1-ാം ദിനം നടത്തിയ ആക്രമണം സംഭവിച്ചപ്പോൾ ഇറാൻ്റെ ഉന്നത നേതൃത്വം വധിക്കപ്പെട്ടു. 48 പേരാണ് അന്നത്തെ ദിവസം ഫെബ്രുവരി മാസം 28-ാം തീയതി രാവിലെ നടന്ന ആക്രമണത്തിൽ വധിക്കപ്പെട്ടത്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ യുദ്ധം ഉറപ്പായിട്ട് തീരും എന്ന് തന്നെയാണ് പലരും വിശ്വസിച്ചിരുന്നത്. അങ്ങനെയല്ലല്ലോ. അതിനർത്ഥം അമേരിക്ക ഹാഡ് ഓൺലി വൺ പ്ലാൻ, ഓൾ ഔട്ട് അറ്റാക്ക്. അതോടെ ഇറാൻ തവിടുപൊടിയാകും. ഭരണമാറ്റം, തങ്ങളെ വരൂ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ജനം തെരുവിലിറങ്ങും. അങ്ങനെ തങ്ങൾക്ക് സുഗമമായി ഇറാനിൽ പ്രവേശിച്ച് ഭരണമാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നൊക്കെ ആവും വിചാരിച്ചത്. അങ്ങനെയല്ല സംഭവിക്കുന്നത്. വലിയ യുദ്ധമാണ് നടക്കുന്നത്. 2 പക്ഷത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് അമേരിക്കയുടെ
പ്ലാനിങ് പാളി. ഇത് പറയുന്നത് അമേരിക്കയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഡിഫൻസ് സ്ട്രാറ്റജിസ്റ്റുകളാണ്, നേരത്തെ സൂചിപ്പിച്ച ഡിഫൻസ് സ്ട്രാറ്റജിസ്റ്റുകളാണ് ഇത് പറയുന്നത്. അപ്പോൾ ഹൂസ് വാർ വാസ് ഇറ്റ്? വാസ് ഇറ്റ് ട്രംപ്സ് വാർ? വാസ് ഇറ്റ് മാഗ ക്യാമ്സ് വാർ? ഓ വാസ് ഇറ്റ് ഇസ്രായേൽസ് വാർ ഫോട്ട് ബൈ അമേരിക്ക? ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. ആരുടെ യുദ്ധം? അമേരിക്കൻ ജനത പറഞ്ഞ യുദ്ധമാണോ, അതോ ട്രംപ് എന്ന കാടൻ ഭരണാധികാരിയുടെ ചില മോഹങ്ങൾ, അത് വേണ്ട രീതിയിൽ ആലോചനകൾ നടത്താതെ, വരും വരാഴികകൾ കൃത്യമായി ചിന്തിക്കാതെ, ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് ഇല്ലാതെ, കാടൻ സൈനിക ബലം മാത്രം ലക്ഷ്യമാക്കി, മാത്രം കൈമുതലാക്കിക്കൊണ്ട് ചങ്കൂറ്റത്തോടെ എടുത്തു ചാടി ചെയ്ത യുദ്ധമാണോ? അപ്പോൾ ഇല്ലത്തു നിന്ന് തിരിച്ചു അമ്മാത്ത ഒട്ട് എത്തിയിട്ടുമില്ല എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ അമേരിക്ക. ചെകുത്താനും ചെങ്കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയിലാണ് ഗൾഫ് രാജ്യങ്ങൾ. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമാണ്. കാരണം തങ്ങളുടെ യുദ്ധം അമേരിക്കയെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയുന്നിടത്തോളം കാലം ഡൊണാൾഡ് ട്രംപ് ഇരിക്കുമ്പോഴേ പറ്റൂ, നൗ ഓർ നെവർ. മുൻകാലങ്ങളിൽ ഒബാമ ഇരുന്നപ്പോഴോ ബുഷ് ഇരുന്നപ്പോഴോ അല്ലെങ്കിൽ മുൻ ഭരണാധികാരി ജോ ബൈഡൻ ഇരുന്നപ്പോഴോ ഒന്നും സാധിക്കാത്തത് ഇപ്പോൾ ട്രംപിനെ കൊണ്ട് സാധിക്കും. ചാടിക്കടിക്കടിക്കട കുഞ്ഞിരാമ എന്ന രീതിയിലോ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചോറ് വാരിപ്പിക്കുന്ന ഒരു ലാഘവത്തിലോ ആണോ ഇസ്രായേൽ ഇതിനെ കാണുന്നത്? അതിന് നിന്നുകൊടുക്കേണ്ട കാര്യം അമേരിക്ക ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. ട്രംപ് പക്ഷേ സമ്മതിക്കില്ല. ട്രംപ് പറയുന്നത് അമേരിക്കയുടെ യുദ്ധമാണ്. അമേരിക്കയുടെ പക്ഷേ സെനറ്റിൻ്റെ സാങ്ഷൻ വാങ്ങിയോ, ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ സാങ്ഷൻ വാങ്ങിയോ? അമേരിക്കൻ ജനത ഏത് രീതിയിലാണ് യുദ്ധം വേണമെന്ന് ആരും ഉറവിളി കൂട്ടിയില്ലല്ലോ. അപ്പോൾ സമാധാനത്തിനൊരു അവസരം ഉണ്ടായിരിക്കെ അത് ഉപയോഗപ്പെടുത്താതെ, ഗിവ് ഡിപ്ലോമസി എ ചാൻസ് എന്ന് പലരും പറയുമ്പോൾ അത് പ്രയോജനപ്പെടുത്താതെ യുദ്ധത്തിലേക്ക് ചാടി പുറപ്പെട്ടപ്പോൾ വ്യക്തമായ ആധിപത്യം ഉണ്ടാവേണ്ടതായിരുന്നു, വ്യക്തമായ ഒരു ടൈം പ്ലാൻ ഉണ്ടാകേണ്ടതായിരുന്നു, വ്യക്തമായ ലക്ഷ്യങ്ങളും വ്യക്തമായ സമയക്രമവും വ്യക്തമായ റിസൾട്ടും ഉണ്ടാകേണ്ടതായിരുന്നു. ഇതൊന്നും തന്നെ ഇല്ല എന്നാണ് ഇപ്പോൾ തെളിയുന്നത്. അതാണ് ഏറെ ഉറച്ച് ഇപ്പോൾ ഏറെ വ്യാപകമായി ഇപ്പോൾ അമേരിക്കയ്ക്കുള്ളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ തന്ത്രപരമായ പോരായ്മയാണ്, അമേരിക്കൻ തന്ത്രങ്ങൾ പിഴച്ചു എന്ന് തന്നെയാണ് മഹാഭൂരിപക്ഷം അമേരിക്കൻ സ്ട്രാറ്റജിക് പ്ലാനേഴ്സും ഇപ്പോൾ കരുതുന്നത്. ഈ US-നെ യുദ്ധത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ വെളിപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുൻ സഹായി കൂടിയായ US-ന്റെ ഭീകരവിരുദ്ധ സമിതി മുൻ മേധാവി ജോ കെന്റ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. താങ്കളും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് കാണും. ഇറാന്റെ പക്കൽ ആണവായുധങ്ങൾ ഉണ്ടെന്ന വാദം തെറ്റാണ് എന്നും ഈ സൈനിക നീക്കത്തിന് പിന്നിൽ ഇസ്രായേലിന്റെ സമ്മർദ്ദമാണ് എന്നുമാണ് കെന്റിന്റെ ആരോപണം. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ വധം US-ന് അനുകൂലമായി മാറിയില്ല. ഇറാനിലെ സ്ഥിതി അസ്ഥിരമാക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ അനുയായികളെ കൂടുതൽ കരുത്തരാക്കുകയാണ് ആ മരണം ചെയ്തത്. ആണവായുധം നിർമ്മിക്കുന്നതിന് വെറും 2 ആഴ്ച മാത്രം അകലെയാണ് ഇറാൻ എന്നാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ അത് തെറ്റായ വിവരമാണ് എന്നൊക്കെയാണ് കെന്റ് ഒരു അഭിമുഖത്തിൽ അവകാശപ്പെട്ടത്. ഈ ഒരു പ്രസ്താവനയെ എങ്ങനെ നോക്കിക്കാണണം? ഇസ്രയേലിന് വേണ്ടി യുദ്ധത്തിനെടുത്ത് ചാടി പുലിവാലി പിടിച്ച അവസ്ഥയിലാണോ ശരിക്കും ട്രംപ്? ജോ കെന്റ് സംസാരിച്ചത് അതിൻ്റെ ബേസിസിലാണ് ഇപ്പോൾ നമ്മൾ വിശകലനം ചെയ്യുന്നത്. ജോ കെന്റ് തീർച്ചയായും അമേരിക്കയുടെ ദീർഘകാല സ്ട്രാറ്റജിസ്റ്റാണ്, സ്ട്രാറ്റജി പ്ലാനറാണ്. ഇതേക്കുറിച്ച് ആധികാരികമായി അമേരിക്കയുടെ ശക്തി ദൗർബല്യങ്ങളെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങൾ ഇക്കാര്യത്തിൽ ശരിയാണെന്ന് വേണമെങ്കിൽ കരുതാം. കാരണം ഇതാരുടെ യുദ്ധം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇപ്പം നാഷണൽ ഇൻട്രസ്റ്റ്, അമേരിക്കയുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അമേരിക്ക യുദ്ധത്തിന് പുറപ്പെട്ടാൽ അമേരിക്കൻ ജനത ഒരിക്കലും നോ എന്ന് പറയില്ല. കാരണം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നത് ട്രംപിൻ്റെ ക്യാമ്പയിനാണ്, ട്രംപിൻ്റെ പ്രോമിസാണ്. പക്ഷേ ആ പ്രോമിസ് കൊടുത്തപ്പോൾ യുദ്ധത്തിലൂടെ അമേരിക്കയെ ശ്രേഷ്ഠമാക്കും, വലുതാക്കും, ഗ്രേറ്റ് ആക്കും എന്നൊന്നും അല്ലല്ലോ പറഞ്ഞത്. സമാധാനത്തിലൂടെ അമേരിക്ക നഷ്ടപ്രതാപം പിടിച്ചെടുക്കും. അതായത് അനാവശ്യമായ യുദ്ധത്തിലേക്ക് അമേരിക്കൻ സൈന്യത്തെ, അമേരിക്കൻ ജനതയെ, പട്ടാളക്കാരെ വലിച്ചിഴയ്ക്കാതെ അമേരിക്ക ആഭ്യന്തരമായി ശക്തി സമാഹരിക്കും, സാമ്പത്തിക ശക്തി സമാഹരിക്കും. ഇത് അട്ടിമറിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അപ്പോൾ ആയത്തുള്ള അലി ഖമേനി വധിക്കപ്പെട്ടു. അത് വലിയൊരു സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ആവേണ്ടത് ആയിരുന്നു. അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. വിഘടിച്ച് നിന്ന ഇറാൻ്റെ ജനത ഏതാണ്ട് ഒന്നിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരു പരമോന്നത നേതൃത്വം, അച്ചുതണ്ട് നഷ്ടപ്പെടുമ്പോൾ,
ഒരു വാഹനം അച്ചുതണ്ടിൽ കറങ്ങുന്ന ഏത് യന്ത്രവും പണിമുടക്ക് പോലെ അച്ചുതണ്ട് പോയാൽ, അപ്പോൾ അയത്തുള്ള ഖൊമേനി ഒരു കാൽപ്പനിക അച്ചുതണ്ടായിരുന്നു എന്നിപ്പോൾ മനസ്സിലാക്കുന്നു. ഒരു പദവിയാണ്, ഒരു വ്യക്തിയല്ല, അതൊരു പദവിയാണ്, അതൊരു സങ്കല്പമാണ്, അതൊരു റാലിയിങ് പോയിൻ്റാണ്. നമ്മൾ ബ്രിട്ടീഷുകാരെ കുറിച്ച് പറയുന്നത് ബ്രിട്ടൻ എന്തുകൊണ്ടാണ് ലോകം കീഴടക്കിയത്? ജനാധിപത്യ ബ്രിട്ടൻ ലോകം മുഴുവൻ കീഴടക്കി. 19-20 നൂറ്റാണ്ടുകൾ, 20 നൂറ്റാണ്ട് പകുതി വരെ ഒരു ഫക്സ് ബ്രിട്ടാനിക്കയുടെ കാലം, 18-ാം നൂറ്റാണ്ടിൻ്റെ പകുതി മുതൽ 19-ാം നൂറ്റാണ്ട് മുഴുവനും 20-ാം നൂറ്റാണ്ട് പകുതി, അങ്ങനെ 200 വർഷത്തോളം ലോകം കീഴടക്കി ഭരിച്ച ഏറ്റവും വലിയ അധിനിവേശ കൊളോണിയൽ ശക്തിയായിരുന്നു ബ്രിട്ടൻ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഫക്സ് ബ്രിട്ടാനിക്ക എന്ന് പറഞ്ഞാൽ എന്താ? വാൾമുനയിൽ കെട്ടിപ്പടുത്ത ബ്രിട്ടീഷ് സമാധാനം. ബ്രിട്ടൻ തീരുമാനിക്കും എന്ത് ചെയ്യണം. സൂര്യൻ അസ്തമിക്കുന്നില്ല, ബ്രിട്ടീഷ്. അപ്പോഴും ബ്രിട്ടനിൽ ഭരണാധികാരി രാജാവായിരുന്നു, പരിമിതമായ രാജഭരണം. അപ്പം യുദ്ധം ചെയ്യുന്നത് ആരുടെ പേരിലാണ്? ക്വീൻ എലിസബത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ കിങ് ചാൾസിൻ്റെ പേരിൽ, കിങ് ജോർജിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും രാജാവിൻ്റെ പേരിൽ, കിങ് വില്യമിൻ്റെ പേരിൽ, ഏതെങ്കിലും രാജാവിൻ്റെ രാജ്ഞിയുടെ പേരിലാണ് യുദ്ധം ചെയ്യുന്നത്. ജയിക്കുന്നതോ? ജയിച്ചു കഴിഞ്ഞാൽ വാർ ഈസ് വൺ, ബ്രിട്ടൻ ഹാസ് വൺ ദ വാർ, ലോങ് ലിവ് ദ കിങ്. ഇതേ രാജാവ് യുദ്ധം ജയിക്കുന്ന രാജാവിന് വേണ്ടിയാണല്ലോ ജപ്പാൻ പൊരുതിയതും അങ്ങനെ തന്നെയാണ്. ചക്രവർത്തിക്ക് വേണ്ടി അല്ലേ പൊരുതി. അപ്പോൾ ഇതൊരു ദേശത്തെ ഒരുമിപ്പിക്കുന്ന ഒരു സിമ്പലാണ്. പവർ എന്നല്ല, അതൊരു ഇൻഫ്ലുവൻസ് ആണ്, ഒരു ഐഡൻറ്റിറ്റിയാണ്, സിമ്പലാണ്. അപ്പോൾ രാജാവ് നാട് നീങ്ങുമ്പോഴും പറയും, മരിച്ചു പോകുമ്പോഴും പറയും, കിങ് ഈസ് ഡെഡ്, ലോങ് ലിവ് ദ കിങ് എന്ന് പറഞ്ഞാൽ എന്താ? രാജാവ് നാട് നീങ്ങി, പക്ഷേ രാജാവ് എന്ന വ്യക്തിയല്ല, രാജസിംഹാസനം എന്ന സങ്കല്പം നീണാൾ വാഴട്ടെ, അത് രാജ്യത്തിൻ്റെ സിമ്പലാണ്. അതുപോലെ ഇറാൻ്റെ സിംബോളിക് ഒരു നേതൃത്വമാണ് ആയത്തുള്ള അലി ഖൊമേനിയുടേത്. യഥാർത്ഥത്തിൽ ഡിഫാക്ടോ പവേഴ്സ് ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്, അത് ഭരണഘടനാപരമായി തന്നെ അങ്ങനെയാണ്. പരമോന്നത നേതാവ് സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും തൻ്റെ സ്വാധീനം. ഇത് വ്യക്തിപരമല്ല, ഇൻ ദ നെയിം ഓഫ് നേഷൻ എന്നാണ് ഇറാൻ പറയുന്നത്. ഇറാൻ്റെ ഇപ്പോഴത്തെ രീതിശാസ്ത്രം പറയുന്നതാണ്. അതിനോട് യോജിക്കുന്നവരുണ്ടാവാം, വിയോജിക്കുന്നവരുണ്ടാകാം. പക്ഷേ അത് വിയോജിപ്പും അല്ല ഇവിടെ വിഷയം, അതങ്ങനെയാണ് ഇറാനിൽ. അപ്പോൾ പരമോന്നത നേതാവ് വധിക്കപ്പെട്ടാൽ അടുത്ത പരമോന്നത നേതാവ് ഉണ്ടാകും. അതൊരു സ്ഥാനമാണ്, ഒരു തസ്തികയാണ്, ഒരു കസേരയാണ്, ഒരു ഓഫീസാണ്. അടുത്തയാളുണ്ടാവും. മുജ്തബ ഖൊമേനി വധിക്കപ്പെട്ടാൽ അടുത്തയാളുണ്ടാകും. ഇത് മനസ്സിലാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല. അതാണ് ഏക കുഴപ്പം, അതാണ് പ്രധാനപ്പെട്ട കുഴപ്പം. അതാണ് ഇദ്ദേഹം പറയുന്നത്. 2, ഈ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടപ്പോൾ വിഘടിച്ചു നിന്ന് ഒരുപാട് വംശീയ ഗ്രൂപ്പുകളുണ്ട്. കുർദുകൾ വിഘടിച്ചു നിന്നു. ഇങ്ങ് തെക്ക് സിസ്റ്റേൺ ബലൂചിസ്ഥാൻ മേഖലയിൽ അവരുടെ സ്വാതന്ത്ര്യം ആഗ്രഹിച്ച് വിഘടിച്ചു നിന്ന ആളുകളുണ്ട്. അതുപോലെ അഹമ്മദീയർ, അതുപോലെ മറ്റ് വിഭാഗങ്ങൾ, യാസിദീസ്, ഒരുപാട് വിഭാഗങ്ങളാണ്. പേർഷ്യൻ ഭാഷ സംസാരിക്കുന്നവരും അല്ലാത്തവരുമുണ്ട്. പേർഷ്യൻ വിഭാഗക്കാരുണ്ട്, അല്ലാത്തവരുണ്ട്. ഇവരെല്ലാം തന്നെ ഒരു മൾട്ടി കൾച്ചറലാണ്. ഇന്ത്യ ബഹുല സമൂഹമാണെന്ന് പറഞ്ഞതുപോലെ ഇറാനിയൻസ് എല്ലാവരും ഒരേ വംശീയ സ്റ്റോക്കിൽ പെടുന്നവരല്ല, ഹോമോജിനസ് ഒരു പോപ്പുലേഷൻ അല്ല, ഹെട്രോജിനസ് ആണ്. ഈ വൈവിധ്യങ്ങൾ എല്ലാം പെട്ടെന്ന് ആവിയായിപ്പോയി. എല്ലാവരും ഇറാനിയൻ ദേശീയതയിൽ ഒത്തുചേർന്നു. അതുകൊണ്ട് കാര്യമായ പ്രക്ഷോഭങ്ങളുണ്ടായില്ല. യുദ്ധം തുടങ്ങി 3 ആഴ്ച പിന്നിട്ടു. ഇറാൻ്റെ മണ്ണിൽ വലിയ പ്രക്ഷോഭങ്ങളുണ്ടായില്ല. അയത്തുള്ള അലി ഖൊമേനി കൊല്ലപ്പെട്ടപ്പോൾ ചില ആഹ്ലാദ പ്രകടനങ്ങൾ അവിടെ ഇവിടെ നടന്നതായി അമേരിക്കയുടെ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. അത് ആ സമയത്ത് നടന്ന ആഹ്ലാദ പ്രകടനങ്ങളാണോ അതോ മറ്റേതെങ്കിലും സമയത്ത് നടന്ന പ്രകടനങ്ങളെ വെട്ടി ഒട്ടിച്ചെടുത്തതാണോ അറിയില്ല. അതേസമയം വലിയ ദുഃഖാർത്തരായ ജനങ്ങൾ വലിയ രീതിയിൽ ഈ മോൺ ചെയ്യുന്നത്, വലിയ അലമുറയിടുന്ന രംഗം ഒക്കെ തന്നെ ഹൃദയഭേദകമായ കാഴ്ചകളുമായിരുന്നു. അപ്പോൾ ഒരു രാജ്യത്തെ ഒരുമിപ്പിക്കാൻ മാത്രമാണ് ആക്രമണം കാരണമായതെങ്കിൽ യുദ്ധത്തിൽ വലിയ പാളിച്ച തന്നെയാണ് സംഭവിച്ചത്. ഒരു രാജ്യത്തിൻ്റെ കെട്ടുറപ്പ് ഒരു നേതൃത്വം എന്ന വ്യക്തിയിലല്ല, ഒരു സങ്കല്പത്തിലാണ്, ദേശീയത. അപ്പോൾ ഇറാനിയൻ ദേശീയതയെ പരാജയപ്പെടുത്താൻ സായുധമായ ആക്രമണം പോരാതെ വരുന്നു, സൈനികമായ ബലപ്രയോഗം പോരാതെ വരുന്നു. പ്രത്യേകിച്ച് ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ യഥാർത്ഥ ശത്രു ഇസ്രയേലാണെന്ന് ഇറാൻ ജനതയുടെ വലിയ പങ്കും ഇസ്രയേൽ കാരണമാണ് തങ്ങൾക്ക് ഈ അവസ്ഥയുണ്ടായത് എന്ന് ചിന്തിക്കും. അതുകൊണ്ട് ഡെത്ത് ടു ഇസ്രയേൽ എന്ന് പറയുന്നതിനോട് യോജിപ്പില്ലാതിരുന്ന ഇറാനിയൻ ജനത ഇസ്രയേലിൽ നിന്നും ഇറാനിൽ മരണം പെയ്തിറങ്ങുമ്പോൾ ഡെത്ത് ടു ഇസ്രയേൽ എന്ന് അറിയാതെ വിളിച്ചു പോകുന്നു. ഇത് ഞാൻ എക്കാലത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇറാൻ്റെ നേതൃത്വം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സംയമനം പാലിക്കണമായിരുന്നു. ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രയേൽ,
എന്തിനാണ് ഈ വിടുവ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്? ഇതൊക്കെ വെറുതെ ഇസ്രയേലിന് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാനല്ലേ അത് പറ്റൂ. ഇങ്ങനെയുള്ള ഇത് ജിങ്കോയിസം എന്നാണ് പറയുക, വങ്കത്വമാണ്. ഇത് പറഞ്ഞതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ സുരക്ഷ, ഇസ്രായേലിൻ്റെ ക്യാബിനറ്റിനാണെങ്കിലും ഇസ്രായേൽ ജനതയുടെയും പാർട്ടികളുടെയും അനുമതി യുദ്ധത്തിന് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കും, ഡെത്ത് ടു ഇസ്രായേൽ എന്നാണല്ലോ പറയുന്നത്. ഒരു ക്ലോക്കും ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇറാൻ. ടെഹ്റാനിൽ ഒരു ക്ലോക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇറാനെ അവസാനിപ്പിക്കുക 2040 വർഷം ഇറാൻ ഈ ഭൂമുഖത്ത് കാണില്ല, ഇത് സത്യം 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 ഇറാനാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ക്ലോക്ക് വെച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായി ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി പാരഡൈംസിൽ വലിയ ഒരു കൺസേൺ ആണ് ഇറാൻ്റെ ന്യൂക്ലിയർ പദ്ധതി, ഇറാൻ്റെ മിസൈലുകൾ. അതുകൊണ്ട് അവസരം കിട്ടിയപ്പോൾ അവർ ആഞ്ഞടിച്ചു. അത് ന്യായീകരണമല്ല, അത് വസ്തുതയാണ്. ന്യായീകരണമല്ല, അത് വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക ആ വസ്തുത കണ്ടു. പക്ഷേ ഡെത്ത് ടു അമേരിക്ക എന്ന് ഇസ്രയേലും ഇറാന് പറയാമെന്നല്ലാതെ ഇത് നടക്കില്ലല്ലോ. അമേരിക്കയെ ചെന്ന് ആക്രമിക്കാനുള്ള സൈനിക ശേഷിയൊന്നും ഇറാനില്ലല്ലോ. ഇറാൻ്റെ വിമാനവാഹിനി കപ്പൽ തന്നെ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അമേരിക്കൻ തീരത്ത് പോയി അമേരിക്കയിലേക്ക് വിമാനങ്ങളോ ഒക്കെ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അമേരിക്കയിൽ എത്താൻ തക്ക ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഇല്ല ഇറാൻ്റെ കൈവശം. അത് ആരെങ്കിലും കൊടുത്താലൊരു വിഷയം ഉണ്ടാകും, പക്ഷേ അതൊക്കെ ആകാശത്ത് വെച്ച് തന്നെ ഭേദിക്കപ്പെടും. അതുകൊണ്ട് ഇറാൻ ഒരു വിപത്തായിരുന്നില്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാം പോലും ഒരു വിപത്തായിരുന്നില്ല. ഇപ്പോൾ സദ്ദാം ഹുസൈനെ പുറത്താക്കാൻ വേണ്ടി രാസായുധമുണ്ട്, ജൈവായുധമുണ്ട്, അതീവ വിനാശകാരികളാണിതൊക്കെ. അതുകൊണ്ട് സദ്ദാം ഹുസൈനെ കൊല്ലണം, പുറത്താക്കണം. സമാനമായ രീതിയിൽ ഇറാൻ്റെ ആണവ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു. അവരൊരു ആണവ കരാർ ഒപ്പിടാൻ തയ്യാറായിരുന്നു, IAEA ഇൻസ്പെക്ഷന് തയ്യാറായിരുന്നു. അതാണ് മൂന്നാമത്തെ ചർച്ചയിൽ ജനീവയിൽ വെച്ച് നടന്ന 2ാം റൗണ്ട് ചർച്ച. അതായത് ആകെ നടന്ന 3 ചർച്ചയിൽ 3ാമത്തെ റൗണ്ടിൽ പറഞ്ഞു ഡ്രാഫ്റ്റ് പ്രപ്പോസലുമായിട്ട് ഇറാൻ വന്നത്. അബ്ബാസ് അരാക്ചി വന്നത് ഒരു ഡ്രാഫ്റ്റ് പ്രപ്പോസലുമായിട്ടാണ്. അതനുസരിച്ച് വിയന്നയിൽ വെച്ച് നടക്കുന്ന ചർച്ചയിൽ ഇറാൻ്റെ ആണവ പദ്ധതികൾ തീർച്ചയായും വലിയ പരിമിതികളിൽ കൊണ്ടുവരാം എന്ന രേഖാമൂലം ഉറപ്പ് നൽകാനും ആണവ പരിശോധനയ്ക്ക് വിധേയപ്പെടാനും എല്ലാം തയ്യാറായിരുന്നു. അപ്പോൾ ആണവായുധങ്ങൾ ഒരു ത്രട്ടാണ്, അതുകൊണ്ട് ഇറാനെ ആക്രമിച്ചു എന്ന് പറയുന്നത് വെള്ളം തൊടാതെ പൂർണ്ണമായി വിഴുങ്ങാനും ആവില്ല എന്നുകൂടി പ്രേക്ഷകർ മനസ്സിലാക്കണം. അത് ഒരു പക്ഷം പിടിച്ചുകൊണ്ട് സംസാരിക്കുകയല്ല, അതായിരുന്നു വാസ്തവം. നമ്മളൊരു സംഭവിച്ച കാര്യങ്ങളുടെ വിശകലനമാണ് ചെയ്യുന്നത്, അതല്ലാതെ ഒരു പക്ഷം ഇറാൻ പക്ഷമോ അമേരിക്ക പക്ഷമോ പിടിക്കുന്നതല്ല. 2 പക്ഷത്തും തെറ്റുകളുണ്ട്. പ്രകോപനം സൃഷ്ടിച്ചതിൽ ഇറാനും തുല്യ പങ്കുണ്ട്. ഇറാനെ വെള്ളപൂശാൻ ശ്രമിക്കുകയേ അല്ല, അമേരിക്ക ചെയ്തതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയുമല്ല. 2 പക്ഷത്തും തെറ്റുകളുണ്ട്. ഇസ്രായേലിൻ്റെ പക്ഷത്തുള്ള അതിമോഹങ്ങളുണ്ട്. സുരക്ഷാ ഭീഷണിയുടെ രൂപത്തിലാണെങ്കിലും അനുകൂല സാഹചര്യം കിട്ടിയപ്പോൾ ആഞ്ഞടിക്കുക എന്നതുകൊണ്ട് ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് അമേരിക്കയുടെ സ്ട്രാറ്റജിക് പ്ലാനിങ് തെറ്റിപ്പോയി എന്ന് ഒരിക്കൽ കൂടി അമേരിക്ക നനച്ചതൊന്നും തന്നെ പൂർണ്ണമായി ടെനബിൾ ആയിരുന്നില്ല, യാഥാർത്ഥ്യമായിരുന്നില്ല എന്ന് യുദ്ധത്തിൻ്റെ 3 ആഴ്ച കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവുന്നു. ഇപ്പോൾ ഈ ഇറാനുമായുള്ള യുദ്ധത്തിന് വലിയ തുക ചോദിച്ചിരിക്കുകയാണ് പെന്റഗൺ. പ്രതിരോധ ബജറ്റിലെ നീക്കിയിരിപ്പ് വർദ്ധിപ്പിക്കണമെന്ന് ഡിസംബറിൽ തന്നെ ട്രംപ് അമേരിക്കൻ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടതുമാണ്. അപ്പോൾ നീണ്ടകാല യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണോ അമേരിക്ക? അങ്ങനെ വേണമോ ഇതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ? ഒപ്പം തന്നെ മറ്റ് രാജ്യങ്ങളെയും ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് പദ്ധതി ഉണ്ടെന്ന ഒരു തോന്നൽ കൂടി ഉണ്ടോ ഈ ബജറ്റ് കൂടുതൽ ചോദിച്ചതിന് പിന്നിൽ? അമേരിക്ക has been gearing up for this battle or this war and other wars perhaps, അല്ലേ? അതാണ് ഒരു പക്ഷേ ഇതിൽ നിന്നും സൂചന ലഭിക്കുന്നത്. അമേരിക്കയുടെ ഡിഫൻസ് സ്പെൻഡിങ് നേരത്തെ ഞാൻ ഒരു അവസരത്തിൽ സൂചിപ്പിച്ചതാണ്. ഏതാണ്ട് $916 ബില്യൺ പെർ ഇയർ. അത് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയുടെ GDPയുടെ ഏതാണ്ട് 3.4% വരും. അത് വലിയൊരു തുകയാണ്. ആ തുക വർദ്ധിപ്പിച്ച് ഇപ്പോൾ 916 ബില്യൺ എന്നത് 50% കൂട്ടി 1.5 ട്രില്യൺ ആകണം എന്നാണ്. 100 ബില്യൺ 1000 ബില്യൺ ആണല്ലോ ഒരു ട്രില്യൺ. അപ്പോൾ 1.5 ട്രില്യൺ, അതായത് 31 ട്രില്യൺ ഇക്കോണമിയായി അമേരിക്ക 1.5 ട്രില്യൺ നീക്കി വയ്ക്കണം ഡിഫൻസിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഭാവിയിൽ കൂടുതൽ യുദ്ധങ്ങൾ ട്രംപിൻ്റെ പദ്ധതിയിലുണ്ട് എന്നതിൻ്റെ ഒരു കൃത്യമായ ഒബ്ജക്റ്റീവ് സൂചനയാണ് അത്. വെനിസ്വലയിൽ ചെറിയ ചെലവിൽ അമേരിക്ക ഉദ്ദേശിച്ച കാര്യം നേടി. ഉദ്ദേശിച്ചത് അത് തന്നെയാണോ എന്നറിയില്ല, പക്ഷേ അത് നേടി. ഉദ്ദേശിച്ചത് ഒരുപക്ഷെ എണ്ണ തന്നെയാണ്. എണ്ണയുടെ മേലുള്ള നിയന്ത്രണമാണ്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ സമ്പത്തിൻ്റെ മേലുള്ള ഒരു നിയന്ത്രണം അത് സാധിച്ചിരിക്കുന്നു ഭരണമാറ്റത്തിലൂടെ. ഇറാനാണ് 3-ാം, സൗദി അറേബ്യ 2-ാം സ്ഥാനത്താണ് എണ്ണ നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ. എണ്ണ
എണ്ണയുടെ അവൈലബിലിറ്റിയുടെ കാര്യത്തിൽ ഭൂമിക്കടിയിലുണ്ട്. അത് എടുക്കുക എന്നതേ ഉള്ളൂ. ഇപ്പോഴും അമേരിക്കയുടെ സ്കീമിലാണ്. ഇറാൻ അമേരിക്കയുടെ സ്കീമിലല്ല. അതുകൊണ്ട് ഇറാനെയും ആ ഓയിൽ റെജിമിനിൽ കൊണ്ടുവരിക, അതായിരുന്നല്ലോ ഒരു പക്ഷേ പല ഉദ്ദേശങ്ങളിൽ ഒന്ന്. അതിന് വലിയ ബലപ്രയോഗം വേണ്ടി വരും. വലിയ ബലപ്രയോഗം ഇപ്പോൾ നടക്കുന്നു. ഇനിയും കൂടുതൽ നീണ്ടുപോയാൽ വലിയ ചിലവാണ് വരുന്നത്. യൂറോപ്യൻ ശക്തികൾ ആ ചിലവ് വഹിക്കില്ല. ഇത് നെയ്റ്റോയുടെ യുദ്ധമല്ല, യൂറോപ്പിൻ്റെ യുദ്ധമല്ല എന്ന് പല ആവർത്തി ഫ്രാൻസ് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോയും ജർമ്മൻ ചാൻസലറും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും ഒക്കെ തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ട് യൂറോപ്പിൽ നിന്നും ചില്ലിക്കാശ് പ്രതീക്ഷിക്കേണ്ട. യൂറോപ്പ് നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നുമില്ല. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഏതാനും കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നു എന്നല്ലാതെ ട്രംപ് മാടി വിളിച്ചു പേർഷ്യൻ ഗൾഫ് മേഖല തുറക്കാൻ, ഹോർമോസ് കടലിടുക്ക് ഒന്ന് ബ്ലോക്ക് മാറ്റിയെടുക്കാൻ നിങ്ങൾ കപ്പലുകളെ അയക്കൂ. ഇല്ല, ആരും തന്നെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ ഇത് ട്രംപിൻ്റെ മാത്രം ചിലവാണ്. അമേരിക്ക വല്ലാതെ ചിലവ് ചെയ്യേണ്ടി വരും. അതിൽ നിന്നും ആത്യന്തികമായി ലാഭമുണ്ടാക്കാം. ഇറാൻ ഉദ്ദേശിച്ച രീതിയിൽ ഭരണകൂടമുണ്ടായാൽ അമേരിക്കൻ കമ്പനികൾ ഇറാനിൽ വൻതോതിൽ പ്രവർത്തനം തുടങ്ങും. വലിയ തോതിൽ ഓയിൽ കുഴിച്ചെടുക്കും. അത് വിറ്റ പണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം അമേരിക്ക എടുക്കും. വെനിസ്വേലയിൽ അതാണല്ലോ കരാർ. അതുപോലെ എടുക്കും. മിനറൽസ് ഒരുപക്ഷെ കൊണ്ടുപോകാൻ സാധിക്കും. അമേരിക്കൻ കമ്പനികൾക്ക്, കോർപ്പറേറ്റുകൾക്ക് നല്ലതാണ്. ആത്യന്തികമായി അമേരിക്കൻ പൗരന്മാർക്കും അതിന് പ്രയോജനം കിട്ടും. പക്ഷേ ട്രംപ് ഇതൊന്നും അല്ല പറഞ്ഞിരുന്നത്. മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞപ്പോൾ ഇതൊന്നും അല്ല ഡൊണാൾഡ് ട്രംപ് മുൻപ് പറഞ്ഞിരുന്നത്. എന്താണ്? അനാവശ്യമായി പണം ചെലവാക്കില്ല യുദ്ധത്തിന് വേണ്ടി. പ്രത്യേകിച്ചും അങ്ങനല്ലല്ലോ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പണം വല്ലാതെ ചിലവാക്കുന്നുണ്ട്. ഒരു വിമാനവാഹിനി കപ്പലൊക്കെ, ഞാനൊരു കൃത്യ കണക്കുകൾ നേരത്തെ ഒരിക്കൽ പറഞ്ഞ, ഒരു വിമാനവാഹിനി കപ്പൽ ഒരു ദിവസം നീറ്റിൽ ഒഴുകി നടക്കണമെങ്കിൽ ഉണ്ടാകുന്ന ചെലവ്, വിമാനങ്ങൾക്കുണ്ടാകുന്ന ഇന്ധന ചെലവ്, മെയിൻ്റനൻസ് ചെലവ്, വൈമാനികളുടെ ചെലവ്, സൈന്യങ്ങളെ നിൽക്കാൻ 50,000-ഓളം സൈനികരുണ്ട്. അമേരിക്കൻ ട്രൂപ്സ് ഉണ്ട് പല രാജ്യങ്ങളിലായി, പല താവളങ്ങളിലായി. അവരെ നിലനിർത്തുന്നതിന് ചിലവ്, ഇതിൽ ആയുധങ്ങളുടെ ചിലവ്. അതിന് പുറമെ ഇസ്രയേലിനെ കൊണ്ട് എത്രയും ചിലവ് ചെയ്യിപ്പിക്കാനാവും. ഇസ്രയേൽ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ഇസ്രയേൽ അത്ര വലിയ വികസിത രാജ്യമൊക്കെയാണ്, കുറേ ടെക്നോളജിയൊക്കെ ഉണ്ട്. പക്ഷേ സാമ്പത്തികമായി അത്ര വലിയ സ്റ്റേബിൾ യുദ്ധങ്ങളിൽ പെട്ട് നട്ടം തിരിയുകയാണ് ഇസ്രയേൽ എണ്ണയുമില്ല, കാര്യമായ കയറ്റുമതികളില്ല. യുദ്ധോപകരണങ്ങളാണ് ഇസ്രയേൽ കയറ്റുമതി ചെയ്യുന്നത്, അല്ലാതെ പ്രകൃതി വിഭവങ്ങളല്ല എന്ന് ഓർക്കണം. അതുകൊണ്ട് ഇസ്രയേൽ ഈസ് എ ഡിപ്പെൻഡൻറ്റ് സ്റ്റേറ്റ്. അമേരിക്കയോട് വല്ലാതെ ഡിപ്പെൻഡൻ്റ് ആണ് ഇസ്രയേൽ. പിന്നെ തന്ത്രപരമായി ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളുമായി തന്ത്രപരമായ ചില അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതുകൊണ്ട് ഇസ്രയേൽ കൃത്യമായി അവരുടെ ആയുധങ്ങൾ വിൽക്കാൻ സാധിക്കുന്നു. അവരുടെ ടെക്നോളജി കുറേയൊക്കെ പണമാക്കി മാറ്റിയെടുക്കാൻ കഴിയുന്നു. അപ്പോൾ അമേരിക്കയുടെ മാത്രം യുദ്ധമാണ്, പണം വേണ്ടി വരും. അതുകൊണ്ടാണ് ട്രംപ് ഡിസംബറിൽ തന്നെ ഇത് മുൻകൂട്ടി കണ്ടു എന്ന് വേണം കരുതാൻ. ഡിസംബറിൽ അമേരിക്കൻ കോൺഗ്രസിനോട് പറഞ്ഞു, നിങ്ങൾ പണം കൂടുതൽ തരേണ്ടി വരും, 1.5 ട്രില്യൺ തരേണ്ടി വരും. അതിനർത്ഥം എന്താ? നാളെ ക്യൂബയെ ആക്രമിക്കാൻ പദ്ധതി ഉണ്ടാവാം. അത് പറഞ്ഞു കഴിഞ്ഞു. നമുക്കറിയില്ല, ഗ്രീൻലൻഡ് അങ്ങ് ആക്രമിച്ച് കിടക്കുമെന്ന് വരെ വിടുക പറഞ്ഞിട്ടുണ്ട് ട്രംപ്. ഇനി അങ്ങനെ പോയാൽ പിന്നെ യൂറോപ്പിലൊരു യുദ്ധ സമാനമായ സാഹചര്യം ഉണ്ടാകും. യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ വല്ലാതെ ഖിന്നരാണ്. ട്രംപിൻ്റെ ട്രേഡ് വാർ തീർത്തും അത്ര അമ്യൂസിംഗ് ആയിട്ടല്ല യൂറോപ്യൻ രാജ്യങ്ങൾ കണ്ടത്. യൂറോപ്പിനെതിരെ ഉൾപ്പെടെ കഠിനമായ ടാരിഫ്. എപ്പോഴും സഖ്യരാജ്യങ്ങളില്ലേ, സൈനികബന്ധം മാത്രമല്ല, എക്കാലത്തും സിവിലൈസേഷനലി, കൾച്ചറലി എത്രയോ കൊടുക്കൽ വാങ്ങലുകളാണ് ട്രാൻസ് അറ്റ്ലാന്റിക് റിലേഷൻഷിപ്സിൽ ഉണ്ടായിട്ടുള്ളത്. ഇതെല്ലാം ട്രംപിൻ്റെ കച്ചവട കണ്ണിലൂടെ മാത്രം കാണാനാവുമോ? യൂറോപ്യൻസ് വല്ലാതെ വിഷമത്തിലാണ്. അവർ ധാർമ്മിക രോക്ഷം കൊള്ളുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു യുദ്ധം വന്നപ്പോൾ ഇത് തങ്ങളുടെ യുദ്ധമല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും ചെലവുകൾ അമേരിക്ക കണ്ടെത്തേണ്ടി വരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. അതോടൊപ്പം ഓർക്കേണ്ട ഒരു കാര്യം കൂടെ. ആരാണ് പണം അനുവദിക്കേണ്ടത്? അമേരിക്കൻ പാർലമെൻറ്റായ കോൺഗ്രസ്, ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് സെനറ്റ്, അതാണ് കോൺഗ്രസ്. അപ്പം കസ്റ്റോഡിയൻ ഓഫ് ദി നാഷണൽ പേഴ്സ് ഈസ് ദി ലെജിസ്ലേച്ചർ. ഇൻ അമേരിക്കാസ് കേസ് ഇറ്റ്സ് എ കോൺഗ്രസ്, എ പാർലമെൻറ്റ്. അപ്പോൾ അവർ പണം കൊടുത്താൽ യുദ്ധം നടക്കും. അവർ പണം കൊടുക്കുന്നില്ല എന്നങ്ങ് തീരുമാനിക്കുന്നു, യുദ്ധച്ചെലവ് ഇത്രയും മതി എന്ന് പറഞ്ഞാൽ ട്രംപിന് സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് യുദ്ധം ചെയ്യാനാവില്ലല്ലോ. ട്രംപ് എംപയറിൻ്റെ മുഴുവൻ ആസ്തി എടുത്താൽ യുദ്ധം ചെയ്യാനാവില്ലല്ലോ. അതുകൊണ്ട് പാർലമെൻറ്റിനെ കോൺഫിഡൻസിൽ എടുക്കാതെ, അമേരിക്കൻ കോൺഗ്രസിനെ വേണ്ട പോലെ ധരിപ്പിക്കാതെ, ട്രംപിൻ്റെ സ്പെഷ്യൽ പവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ യുദ്ധം, അത് ട്രേഡ് വാർ ആകട്ടെ, ടാരിഫ് യുദ്ധങ്ങളാകട്ടെ, ഈ യുദ്ധമാകട്ടെ, ഇതൊക്കെ അമേരിക്കൻ കോൺഗ്രസ് ആത്യന്തികമായി അംഗീകരിക്കുമോ? ഇലക്ഷനാണ് വരുന്നത്. നവംബർ മാസം ഇലക്ഷൻ വരികയാണ്, മിഡ് ടേം ഇലക്ഷൻ. ഇപ്പോൾ നിലവിൽ ദർ ഇസ് എ വേഫർ തിങ് മെജോറിറ്റി ഫോർ ട്രംപ്സ് റിപ്പബ്ലിക്കൻ പാർട്ടി ഇൻ US കോൺഗ്രസ്. 2 സഭകളിലും ഉണ്ട്. അത്
നാളെ മാറി മറിയാം. യുദ്ധത്തിന് എഗൻസ്റ്റാണ് പൊതുജനാഭിപ്രായമെങ്കിൽ സെനറ്റിലെയും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിലെയും റിപ്പബ്ലിക്കന്മാരുടെ നേരിയ ഭൂരിപക്ഷം മാറാം, ഡെമോക്രാറ്റുകൾക്ക് ചെറിയ ഭൂരിപക്ഷമാകും. ട്രംപിനോട് പറയും നോ മോർ മണി ഫോർ യു എന്ന് പറഞ്ഞാൽ ട്രംപിന് പണമില്ലാതെ യുദ്ധം ചെയ്യാനാവില്ല, പിൻവാങ്ങേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യവും മുന്നിൽ കാണും. പക്ഷേ ഉടനടി ഒരു സാധ്യതയില്ല. കാരണം നവംബർ ആയെങ്കിൽ മാത്രമേ പാർലമെൻറ്റിൻ്റെ ഘടനയിൽ മാറ്റം വരൂ. അതുകൊണ്ട് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ എങ്ങനെയാണ് അനുവദിക്കുന്നത് എന്ന് നമ്മൾ നോക്കിക്കാണേണ്ടതുമുണ്ട്.